ഹായ് ഗായ്സ്, അപ്പോൾ വിഷു ഈസ്റ്ററായിട്ട് ഒരാഴ്ചയ്ക്ക് അവധി കിട്ടി. അപ്പോഴേക്കും ഞാനും എൻ്റെ ഫാമിലിയും കൂടെ നേരെ പോയത് ലുലു മാളിലോട്ടാണ്. സാധാരണ ലുലു മാളിൽ പോണത് തേരാപ്പാര നടക്കാനാണ്. ഇപ്രാവശ്യം പോയെന്നൊരു ലക്ഷ്യമുണ്ട്. നമുക്ക് പുതിയ ടി വി വാങ്ങുന്നത് ഗായ്സ്. പഴയ ടി വി അടിച്ചു പോയി. അങ്ങനെ പുതിയ ടി വി വാങ്ങാനായിട്ട് വന്നത്. ഈ ടി വിയാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അവിടെ ഒരു പിയാനോ ഉണ്ട്. പിന്നെ അനിയത്തി അങ്ങ് വായന തുടങ്ങി. അപ്പത്ത് കുഞ്ഞമ്മയുടെ വീഡിയോ കോളും. പിന്നെ ഞാനും എൻ്റെ ഉള്ളിൽ കിടക്കുന്ന കഴിവ് പുറത്തെടുത്തു. അപ്പോഴാണ് ഈ ക്യാമറ ഉണ്ട്. ഇതിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ഈ സംഭവങ്ങളൊക്കെ ചുമ്മാ ട്രൈ ചെയ്യാന്ന് വെച്ച്. ആകെ ഫോണിൽ എനിക്ക് നോക്കാൻ അറിയാവുന്ന ക്യാമറ അത്ര. പിന്നെ നമ്മൾ അത് മാത്രം ഓണാക്കിയൊക്കെ നോക്കി. അപ്പോഴാണ് ഗൈസ് തൻ്റെ ഫോൾഡിങ് ഫോൺ കണ്ടത്. പിന്നെ അത് തുറന്ന് നോക്കണമല്ലോ, അങ്ങനെ അത് തുറന്ന് നോക്കി. സംഭവം കൊള്ളാമല്ലേ, കൊണ്ടുനടക്കാനൊക്കെ ഈസിയാണ്. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു ചേച്ചി ഊഞ്ഞാലി പോണു. ഇതിലൊക്കെ കയറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ബഡ്ജറ്റ് ഇല്ലല്ലോ. നമ്മൾ പിന്നെ ടി വി ബില്ലൊക്കെ ആക്കിയിട്ട് വെളിയിലൊക്കെ പോയിട്ട് വന്ന് എടുക്കാന്ന് വെച്ചു. വിലുമാള 11 മണി വരെ ഉണ്ടല്ലോ. വെറുതെ മുകളിലോട്ട് പോവാ, താഴോട്ട് വരാം, ഇത് തന്നെ പണി. ഹൈ ലിഫ്റ്റ്, പിന്നെ ലിഫ്റ്റിൽ കയറാതിരിക്കാൻ പറ്റില്ലല്ലോ, എന്നെ അതിൽ കയറി. അടുത്ത നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നേരെ ആറ്റുകാൽ ക്ഷേത്രത്തിലോട്ട് പോകുന്നതായിരുന്നു. ഞാൻ കുഞ്ഞുനാളിലോ മറ്റോ വന്നതാ ഇവിടെ, പിന്നെ വന്നിട്ടില്ല. എന്തായാലും കുറെ നാളുകൊണ്ട് ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുമായിരുന്നു. പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് അടുത്തുള്ളൊരു കടയിൽ കയറി. നല്ല തിരക്കായിരുന്നേ കടയിൽ. ദേവിക ഒരു കട്ട് കേക്ക് വാങ്ങിച്ചു. ഞാൻ ഇത് വാങ്ങിച്ചു. എൻ്റെ പേര് കാരവട. ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. എൻ്റെ പ്രചോദനത്തിൽ അമ്മയും ചേട്ടനും കൂടെ അത് തന്നെ വാങ്ങിച്ചു. നമ്മുടെ പരിപ്പോടെ അതേ ടേസ്റ്റ്. അപ്പോഴാണ് അത് അടുത്ത സംഭവം വാങ്ങിച്ചത്. എൻ്റെ ദൈവമേ, എന്തിനാണോ എന്തോ എൻ്റെ പേര്, പല്ല് വരെ പോയി. ലാസ്റ്റ് എൻ്റെ പരുവം ഇങ്ങനെയായി. ലൈറ്റായിട്ടല്ലേ ഇപ്പം കഴിച്ചത്. ഇനി ഹെവി ആയിട്ട് കഴിക്കാൻ വേണ്ടി നമ്മൾ കരമന ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഹോട്ടലിലോട്ടാണ് പോയത്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല കുഞ്ഞ മൊരിഞ്ഞ വെറോട്ടി, പിന്നെ ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈയാ. പിന്നെ അത് തന്നെ നമ്മൾ ഓർഡർ ചെയ്തു. വേറൊരു സംഭവം, ഇവിടുത്തെ ഗ്രേവി തന്നത് കപ്പിലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാ കപ്പിൽ ഗ്രേവി ആയിരുന്ന കാണുന്നത്. ബീഫ് ഫ്രൈ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലാണ് പുതിനയിലിട്ട കട്ടൻ ചായ. പിന്നെ അതൊക്കെ കഴിച്ച് നേരെ വീണ്ടും ലുലു മാളിലോട്ട് പോയി. അപ്പം അതുപോലെ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി. ഇപ്പം ചോക്ലേറ്റ് നമ്മുടെ വീക്ക്നെസ് ആണ്, അങ്ങനെ അത് വാങ്ങിച്ചു. അടുത്ത് നട്ട്സിൻ്റെ അടുത്ത് പോയപ്പോഴാണ്ട് നമ്മുടെ ചക്കക്കുരു. എൻ്റെ വില കണ്ട് നമ്മുടെ കണ്ണ് തള്ളി ഗായ്സ്. നമ്മൾ വെറുതെ കളയുന്ന ചക്കക്കുരു ഇവിടെ VIP ആയിട്ടിരിക്കുന്നു. അവിടുന്ന് കുറച്ച് ബദാം വാങ്ങിച്ച് അടുത്തടുത്ത് വന്ന് വീണ്ടും വീണ്ടും ചക്ക നമ്മളെ ഞെട്ടിക്കുകയാണ് ഗായ്സ്. അടുത്ത ഘട്ടം ബില്ലിങ് ആയിരുന്നു. എന്തായാലും ഇന്ന് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ബില്ലടിക്കാൻ പറ്റി. ഹൈപ്പറിൽ നിന്ന് വെളിയിറങ്ങിയപ്പോൾ പോണ ട്രെയിൻ. ഈ കൃഷ്ണൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, പക്ഷെ വില കണ്ട് കണ്ണ് തള്ളിപ്പോയി. ആൻഡ് ഫൈനലി നമ്മുടെ TV കിട്ടിയിരിക്കുന്ന ഗായ്സ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫാമിലി മിനി വ്ളോഗ്. ബൈ ബൈ.